കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനം തറയ്ക്കുമ്പോൾ നിശബ്ദമായിരിക്കാൻ കഴിയാത്ത ചിലർ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അതിൽപ്പെട്ട ഒരുവനാണ് ഞാൻ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മളിൽ പ്രചോദനം നൽകുന്നതനുസരിച്ച് സംസാരിക്കാൻ നിർബന്ധിതമായിരിക്കുന്നു. അപ്പോൾ ദൈവം കഴിഞ്ഞ ആഴ്ചകളിൽ നൽകിയ ഒരു പ്രചോദനമാണ് പങ്കുവയ്ക്കുന്നത്. ഞാൻ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ മക്കളോട് ദൈവവചനം വായിക്കുമ്പോൾ ഉണ്ടായ പ്രചോദനത്തിൽ നിന്നാണ് ഈ വചനം പങ്കുവയ്ക്കുന്നത്. അതായത് സങ്കീർത്തനം 2 ദൈവം പറയുന്നു, ഇതാ എൻ്റെ പ്രിയപുത്രൻ, ഞാൻ അവന് ജന്മം നൽകിയിരിക്കുന്നു. സങ്കീർത്തനം 2:7 പറയുന്നത്. അപ്പോൾ സങ്കീർത്തനം 2 ദൈവം ഇത് പറഞ്ഞതിന് ശേഷം സങ്കീർത്തനം 40:6 എത്തിയപ്പോൾ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ബലികളും കാഴ്ചകളും ആഗ്രഹിച്ചില്ല, ദഹനബലിയും പാപപരിഹാര ബലിയും എന്നെ പ്രസാദിപ്പിക്കുന്നില്ല. ഞാൻ വന്നിരിക്കുന്നു, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഒരുവിനെ പറ്റി പറയുകയാണ്. ഇനി ഹീബ്രു 10-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 10:5 പറയുന്ന ഇതാണ്, ഇതാ ബലികളും കാഴ്ചകളും ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് സെൻറ്റ് പോൾ ഈ സങ്കീർത്തനം എടുത്തുകൊണ്ട് പ്രസംഗിക്കുകയാണ്. ദൈവം ബലികളും കാഴ്ചകളും ആഗ്രഹിക്കാതെ ഇരുന്നപ്പോൾ തന്നെ ഇതാ എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു, അത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാനുള്ളതാണ്. അത് യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നതാണ്. അപ്പോൾ എന്നെ ദൈവം ഭാരമേൽപ്പിച്ച് ഇത്രയേ ഉള്ളൂ. ദൈവം ആദ്യം ഒരു ശരീരം സജ്ജമാക്കി വെച്ചതിന് ശേഷമാണ് ഇനി നിങ്ങളുടെ ബലികളും കാഴ്ചകളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അപ്പോൾ അതുവരെ നടത്തിയിരുന്ന കുഞ്ഞാടിൻ്റെ ബലികളിൽ ദൈവം സംപ്രീതനായില്ല. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയാൻ ആവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽക്കാർ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കുഞ്ഞാടിൻ്റെയും പല തരം ബലികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ദൈവം അതിൽ പൂർണ്ണമായി പ്രസാദിച്ചില്ല. അവരുടെ പാപങ്ങൾ മോചിക്കാൻ അതിന് കഴിഞ്ഞിരുന്നില്ല എന്ന് ഈ ഹീബ്രു 10-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ എന്നേക്കുമായി ദൈവത്തിൻ്റെ പുത്രനെ ദൈവം ഒരു ശരീരം സജ്ജമാക്കി അത് ബലി കഴിക്കാനുള്ളതാണ്. ആ ബലിയിലൂടെ ദൈവം എന്നേക്കുമായി നമ്മുടെ പാപങ്ങൾ മോചിക്കുകയും പിന്നീട് ഒരു ബലി അവശേഷിക്കുന്നില്ല എന്ന് ദൈവം പറയുകയാണ്. അപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ബലികൾ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഇരുന്നവർക്ക് കഴിയാതെ പോയൊരു കാര്യരഹസ്യം അവിടെയുണ്ട്. അതാണ് ദൈവം എന്നെ ഭാരമേൽപ്പിച്ചത്. അത് സങ്കീർത്തനം 40:6 തന്നെ പറയുകയാണ്, ഇതാ ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, പക്ഷേ ഞാൻ അവരുടെ കാതുകൾ തുറന്നു കൊടുത്തു എന്ന് പറയുകയാണ്. ദൈവം ചെയ്തൊരു രഹസ്യമാണത്. ഈ യേശുക്രിസ്തുവിൻ്റെ ബലിയിൽ വിശ്വസിച്ച് എന്നേക്കും പാപപരിഹാര ബലിയിൽ അവനിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുത്തൊരു വാഗ്ദാനമാണ് രഹസ്യമായി ഇവിടെ എന്നോട് ദൈവം പറഞ്ഞത്. ഇതാ ഞാൻ അവരുടെ കാതുകൾ തുറന്നു കൊടുത്തു. ഇനി യേശുക്രിസ്തു നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു പറയുന്നുണ്ട്, അവരുടെ കണ്ണുകളും കാതുകളും ഞാൻ അടച്ചു കളഞ്ഞു. അപ്പോൾ വീണ്ടും ഞാൻ സത്യത്തിലേക്ക് വരികയാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഈ യഹൂദ സഭയുടെ പ്രമാണിമാർ ദൈവത്തിൻ്റേതെന്ന് തോന്നുമാർ അഹങ്കരിച്ച് നടന്നപ്പോൾ ദൈവം പറഞ്ഞു, നിങ്ങളുടെ ബലികളിൽ ഞാൻ പ്രസാദിച്ചില്ല. ദൈവത്തെക്കാൾ ഉപരിയായി യഹൂദ സഭയെ അവർ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ, അവർ തന്നെ ദൈവം പറഞ്ഞുണ്ടാക്കിയ സഭയെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തെക്കാൾ ഉപരി, പ്രത്യേകം ശ്രദ്ധിക്കണം, ദൈവത്തെ മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങളുടെ സഭയാണ് ദൈവം, ഞങ്ങളാണ് ദൈവം എന്ന് അവർ പറയാൻ തുടങ്ങിയപ്പോൾ, മോശ ഉണ്ട് എന്ന് അവർ പറഞ്ഞെങ്കിലും അവർ മോശയെ യഥാർത്ഥമായി മോശ പറഞ്ഞ വചനം അവർക്ക് കാതു തുറന്നു കൊടുത്തില്ല. ഏശയ്യ അവരെ പറ്റി പറയുന്നു, നിങ്ങളുടെ കണ്ണുകളും കാതുകളും നിങ്ങൾ കാണുന്നുണ്ട് എങ്കിലും നിങ്ങളെ ഗ്രഹിക്കുന്നില്ല, നിങ്ങൾ കേൾക്കുന്നുണ്ട് നിങ്ങൾക്കത് ഗ്രഹിക്കുന്നില്ല. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ട് കാതുകൊണ്ട് കേട്ട് നിങ്ങൾ വിശ്വസിക്കാതിരിക്കേണ്ടതിനെ നിങ്ങളുടെ കണ്ണുകളും കാതുകളും അടച്ചു കളഞ്ഞവൻ ദൈവമായ കർത്താവായ ഞാൻ തന്നെ എന്ന് ഏശയ്യ പറയുക. ഇതിനെപ്പറ്റി യേശുക്രിസ്തു വന്നപ്പോൾ അന്നത്തെ യഹൂദ പ്രമാണിമാരും ഫരീസേയന്മാരും മുഖ്യപുരോഹിതരും ദൈവപുത്രനെ അവർ വിശ്വസിക്കായിക വന്നപ്പോൾ അവരുടെ ആചാരങ്ങളും ബലികളും ഇവൻ തെറ്റിക്കുന്നു, മോശയുടെ നിയമം തെറ്റിക്കുന്നു എന്ന് ഇവനിൽ കുറ്റം ആരോപിച്ച് ഇവനെ കൊല്ലുവാൻ പദ്ധതി ചെയ്തപ്പോൾ
യേശു അവരെ പറ്റി പറയുകയാണ്, ഇതാ നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ഏശയ്യ, കണ്ണുകളും കാതുകളും നിങ്ങളെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, അടച്ചു കളയും ദൈവം, നിങ്ങൾക്ക് തുറന്നു തരില്ല ദൈവപുത്രനാണെന്ന്. അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വീണ്ടും ഇവിടെ സങ്കീർത്തനം 40 ഒരു കാര്യം പറയുന്നുണ്ട്, ഇതാ പുസ്തക ചുരുളിൽ എന്നെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇതെന്നെ ഹീബ്രു 10-ാം അധ്യായത്തിൽ പറയുകയാണ്, ഇതാ പുസ്തക ചുരുളിൽ ആദ്യമേ മുതലേ ഇവനെ പറ്റി എഴുതിയിരിക്കുന്നു, യേശുവിനെ പറ്റി. നമുക്കറിയാം, വെളിപാടിൽ ഒരു പുസ്തക ചുരുൾ എടുക്കുന്നത് കാണാം, അതിൽ അവനെ പറ്റി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുസ്തക ചുരുളിൽ ഇവനെ പറ്റി എഴുതിയിരിക്കുന്നു ആദ്യമേ മുതൽ. അത് ഇതാണ്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ ഞാൻ വന്നിരിക്കുന്നു, എനിക്കൊരു ശരീരം സജ്ജമാക്കി തന്നിരിക്കുന്നു. ദൈവം തിരഞ്ഞെടുത്ത ശരീരം സജ്ജമാക്കിയ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് അവൻ. പാപമില്ലാത്ത കുഞ്ഞാടാണ്, ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. അവൻ്റെ മുകളിലാണ് ലോകത്തിൻ്റെ പാപവും നമ്മുടെ പാപവും ദൈവം പരിഹാരമാക്കുന്നത്. ഈ രഹസ്യം മനസ്സിലായവന് മാത്രമേ ഹൃദയം തുറക്കുള്ളൂ. ഞാനത് പറയാൻ തന്നെ കാരണം, ഈ മലയാറ്റൂർ പള്ളിയിൽ പൊൻപണം ഇറക്കം എന്ന് പറഞ്ഞൊരു വീഡിയോ എനിക്ക് വാട്സപ്പിൽ അയച്ചു തന്നു. അവിടെയുള്ള നേർച്ചപ്പണം പൊൻപണമായി തലയിൽ കിഴി കെട്ടി ഇറക്കുന്ന ആളുകൾ ഇറക്കുന്ന വീഡിയോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് ദുരാചാരങ്ങൾ, ഹിന്ദുക്കൾ ചെയ്തിരുന്ന ആചാരങ്ങൾ നമ്മുടെ പള്ളികളിലും അരങ്ങേറുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ബലികളും കാഴ്ചകളും പോലെ തന്നെ ആളുകൾ ചെയ്യുന്നതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ഇതുകൊണ്ടൊന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ഒരു സെബസ്ത്യാനോസിൻ്റെ അമ്പ എടുത്ത് വീട്ടിൽ വെച്ച് അതിനെ തൊട്ട് വന്നിച്ചുകൊണ്ടോ മാതാവിൻ്റെ കിരീടം വെച്ച് തൊട്ട് വന്നിച്ചുകൊണ്ടോ ഒന്നുമല്ല ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്നത്. നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ പ്രസാദവരം നേടാൻ കഴിയുകയില്ല എന്ന് പണ്ടേ ദൈവം അരുളി ചെയ്തു. ഇസ്രായേൽക്കാർ ഇതിലും പല ബലികളും നടത്തിയെങ്കിലും ദൈവം അതിൽ പ്രസാദിച്ചില്ല. ഇനി ഞാൻ ഈ വചനഭാഗങ്ങൾ നിങ്ങളോട് വായിച്ച് നിർത്തുകയാണ്, ദീർഘിക്കുന്നില്ല. അപ്പോൾ ദൈവം കാതു തുറന്നു തരുന്ന ഒരു ജനത ഇവിടെയുണ്ട്. അത് യേശുക്രിസ്തുവിന് വിശ്വസിക്കുന്ന ജനതയാണ്. അപ്പോൾ സങ്കീർത്തനം 2 നമുക്കൊന്ന് വായിക്കാം. ജനതകൾ ഇളകിമറിയുന്നത് എന്തിന്? ജനതകൾ എന്തിനു വ്യർത്ഥമായി ഗൂഢാലോചന ചെയ്യുന്നു? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും എതിരെ ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുന്നു. ഭരണാധിപന്മാർ കൂടിയാലോചിക്കുന്നു. അവർ വെച്ച വിലങ്ങുകൾ തകർക്കാം, അവരുടെ ചങ്ങലകൾ പൊട്ടിച്ച് മോചനം നേടാം. ദൈവം വെച്ച അഭിഷിക്തനെ നമുക്ക് തകർക്കാം. സ്വർഗത്തിലിരിക്കുന്നവൻ അത് കേട്ട് ചിരിക്കുന്നു. കർത്താവ് അവരെ പരിഹസിക്കുന്നു. അവിടുന്ന് അവരോട് കോപത്തോടെ സംസാരിക്കും, ക്രോധത്തോടെ അവരെ സംപ്രീതരാക്കും എന്ന് പറയാണ് ദൈവം. എൻ്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാനാണ് എൻ്റെ രാജാവിനെ വാഴിച്ചതെന്ന് അവിടുന്ന് അരുളി ചെയ്യുന്നു. കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. ഇപ്പോൾ ദൈവം സങ്കീർത്തനം 2:7 പറയുന്നു, കർത്താവിൻ്റെ കൽപ്പന ഞാൻ വിളംബരം ചെയ്യുകയാണ്. കർത്താവിൻ്റെ കൽപ്പന യേശുക്രിസ്തു വിളംബരം ചെയ്യുകയാണ്. ഇതാണ് പറഞ്ഞത്, എന്നോട് അരുളി ചെയ്തു, നീ എൻ്റെ പുത്രനാണ്, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകി. ഇത് തന്നെ സങ്കീർത്തനം 110 പറയുന്നത്, നീ എൻ്റെ പ്രിയപുത്രൻ, നീ എൻ്റെ വലത്തുവശത്ത് ഇരിക്കുക. എൻ്റെ ദൈവം എൻ്റെ ദൈവത്തോട് പറഞ്ഞു എന്ന് പറയുകയാണ്, നീ എൻ്റെ വലത്തുവശത്ത് ഇരിക്കുക, ശത്രുക്കളെ പാദപീഠമാക്കുവോളം. ഇതെല്ലാം ദൈവം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇവിടെ യേശുക്രിസ്തു വരുന്നത് ഭൂമിയിൽ. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കാതെ ആളുകൾ സഭയെ ദൈവത്തെക്കാൾ ഉപരിയായി വെച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ട് പലതരം വിഭിന്നമായ ആചാരങ്ങൾ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നു. ഇതാണ് എൻ്റെ വിഷയം. പിന്നീട് പറയുകയാണ്, എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജനതകളെ അവകാശമാക്കി തരും, ഭൂമിയുടെ അതിരുകൾ നിനക്ക് അധീനമാകും. അപ്പോൾ എൻ്റെ വിശുദ്ധമായ പർവ്വതത്തിൽ ദൈവത്തിൻ്റെ അഭിഷിക്തനെ വാഴിച്ചത് ഞാനാണ് എന്ന് അരുളി ചെയ്യുകയാണ്. അപ്പോൾ ദൈവം അഭിഷേകം ചെയ്യുന്ന അഭിഷിക്തന്മാരുണ്ട്. അവർ വലിയ സഭയുടെ ഉടയാടകൾ ഇട്ടവരാവണമെന്നില്ല. പക്ഷേ ദൈവം തൻ്റെ അഭിഷിക്തരെ രഹസ്യമായി അവരെ അഭിഷേകം ചെയ്യും. അവരുടെ കാതുകൾ തുറന്നു കൊടുക്കും. ഇരുമ്പ് ദണ്ടുകൊണ്ട് നീ അവരെ തകർക്കും, മൺപാത്രത്തെ എന്ന പോലെ നീ അവരെ അടിച്ച് തകർക്കും. രാജാക്കന്മാരെ വിവേകമുള്ളവരായിരിക്കുവിൻ, ഭൂമിയിലെ അധിപന്മാരെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആ ഭൂമിയിലെ അധിപന്മാരുമല്ല രാജാക്കന്മാരല്ല ദൈവം വാഴിക്കുന്നവർ, അവർ നിസാരന്മാരാണ്. ഭയത്തോടെ കർത്താവിന് ശുശ്രൂഷ ചെയ്യുവിൻ, വിറയലോടെ അവിടുത്തെ പാദം ചുംബിക്കുവിൻ, അല്ലെങ്കിൽ അവിടുന്ന് കോപിക്കുകയും നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോവുകയും ചെയ്യും എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് സങ്കീർത്തനം 2 പറഞ്ഞ കാര്യമാണ്. ദൈവം തൻ്റെ